ഓട്ടോ എക്സ്പോ ഒരു ഹോട്ട് ടോപ്പിക് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ആ ഒരു ഹോട്ട് ടോപ്പിക്കിന് കാര്യമെന്ന് പറയുന്നത് മാരുതി അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി ഫോർ ദാറ്റ് മാറ്റർ, അങ്ങനെയുള്ള കമ്പനികളൊക്കെ തന്നെയും തങ്ങളുടെ ഫ്യൂച്ചർ പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്ത ഒരു കാര്യമായിരുന്നു. എല്ലാവരും പോയി കണ്ടു, എല്ലാവരും പോയി വണ്ടികളെ അനുഭവിച്ചു പറയുമ്പോൾ കയറിയിരിക്കാൻ പറ്റി, തുറന്നു നോക്കി അത്രയൊക്കെ ഓടിക്കാനൊന്നും പറ്റില്ല. ശരിക്കും വണ്ടികൾ നടന്ന് കാണുന്നത് ആ ഒരു ബിരിയാണിയൊക്കെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് കാണുന്ന പോലുള്ളൂ. രുചിച്ച് നോക്കാൻ പറ്റില്ല, കാരണം കഴിച്ചു നോക്കിയാലാണ് അത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മിനിയാന്ന് പറഞ്ഞ വീട്ടിൽ കഞ്ഞി ഇന്ന് ബിരിയാണി ഫുഡ് ഐറ്റംസുമായിട്ടുള്ള ഏറ്റിട്ട കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഭക്ഷണം കൊണ്ടുവച്ചാൽ മണത്ത് നോക്കാൻ പറ്റും, മണം കിട്ടും. ആ ഒരു മണമായിരിക്കണം മിക്കവാറും വണ്ടിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം. എന്ന് വെച്ചാൽ വേറൊന്നല്ല, ഇപ്പോൾ ഒരു സംഗതി കാണാനായിട്ട് അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ രുചിച്ച് നോക്കാം, മണത്ത് നോക്കാം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. വണ്ടി എന്ന് പറയുന്ന സാധനം ഓടിച്ചു നോക്കണം. വണ്ടി ഓടിച്ചു നോക്കലാണ് വണ്ടി രുചിച്ച് നോക്കല്. അപ്പോൾ ഓടിച്ചു നോക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, കണ്ട് ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ശരിയും ആ ഒരു ഫീലിംഗ് ഒന്നും കിട്ടില്ല. ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, ഒരു സംഭവം നിൽക്കുന്നുണ്ട്, ഇതൊക്കെയാണ് കാര്യങ്ങൾ, അത്രേ ഉള്ളൂ. പക്ഷേ അങ്ങനെ പറയുമ്പോഴും എന്തൊക്കെയാണ് പുതുതായിട്ട് വരാൻ പോകുന്നതെന്നുള്ള ഒരു ഏകദേശ രൂപമൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ജിമ്മിനെ കുറിച്ച് സംസാരിച്ചു, ഫ്രോങ്സിനെ കുറിച്ച് സംസാരിച്ചു. ടാറ്റ മോട്ടോഴ്സിന്റെ വണ്ടികളിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ഞാൻ. അതായത് ടാറ്റ മോട്ടോഴ്സിന്റെ വണ്ടികൾ എന്ന് പറയുമ്പോൾ സിയാറ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ആ ഒരു ഓട്ടോ എക്സ്പോയുടെ ലിങ്കൊക്കെ എൻ്റെ ചാനലുണ്ട്, ഞാൻ പണ്ട് പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിലേക്ക് പോകാൻ പറ്റി, ഞാൻ സിയറയൊക്കെ കണ്ടതാണ്. അന്ന് ജിമ്മിയും ആ ഒരു 3 ഡോർ കണ്ടായിരുന്നു, 5 ഡോർ ഇപ്പോഴല്ല വന്നത്. അങ്ങനെ ആ ഒരു സിയറ, കറവ്, അങ്ങനെയുള്ള ഒരുപാട് വണ്ടികൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആ വണ്ടികളുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. അതിനു മുന്നേ ഒരു വണ്ടിയുടെ കാര്യം കൂടി പറയേണ്ടതുണ്ടെന്ന് തോന്നി. ആ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ, ഇപ്പോൾ മാരുതി സുസുക്കി തങ്ങളുടെ ഇലക്ട്രിക് വാഹനമായിട്ടുള്ള പുതിയ ഇലക്ട്രിക് വാഹനം വരുന്നത് 2025 എന്നാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇനിയും ആ ഒരു 2-2.5 വർഷത്തോളം വരുന്നു എന്ന് മാത്രമല്ല, വന്ന റൂട്ടിലാണ് കണ്ടത്. എന്നാൽ 2-2.5 വർഷത്തോളം നമുക്ക് കാത്തിരിക്കേണ്ടി വരും മാരുതി സുസുക്കിയുടെ ഒരു വണ്ടി കിട്ടാനായിട്ട്. അതുവരേക്കും മാരുതി തങ്ങളുടെ ആ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് CNGയിലും പെട്രോളും തന്നെ ആക്കാനായിരിക്കണം ഉദ്ദേശിക്കുന്നത്. എന്നാലും ഇത്തവണ മാരുതി ഓട്ടോ എക്സ്പോയുടെ സ്റ്റാളിൽ, മാരുതി സുസുക്കി, ഞാൻ മാരുതി എളുപ്പത്തിൽ പറയുന്നതാണ്, ഓട്ടോ എക്സ്പോയുടെ സ്റ്റാളിൽ ഒരു വാഗണാർ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. വാഗണാർ എന്ന് പറയുമ്പോൾ സാധാരണ കണ്ട വാഗണാറല്ല, ഒരു വ്യത്യസ്തതയുള്ള വാഗണാർ. എന്താണത് നോക്കാം. വണ്ടിപ്രാന്തന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആ വാഗണാറിന്റെ ഒരു കാര്യം പറഞ്ഞതിന് മുന്നേ ഇപ്പോൾ നിരത്തിലുള്ള വണ്ടികളെ കുറിച്ച് പറയാം. മാരുതിക്ക് CNG മോഡലുകളുണ്ട്, പെട്രോൾ മോഡലുകളുണ്ട്. ഇപ്പോൾ വിറ്റാര വന്നപ്പോൾ ഹൈബ്രിഡ് മോഡലുകളുണ്ട്. അപ്പോൾ ഈ CNG എന്ന് പറയുന്നത് ശരിക്കും ടാക്സി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിലാണ് കൂടുതൽ ആളുകൾ വാങ്ങുക. കാരണം എപ്പോഴും റണ്ണിങ് കോസ്റ്റ് കുറയ്ക്കാനും അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെ യൂസ് കേസ്, അതായത് ലാഭം ഉണ്ടാക്കുക എന്നുള്ള കേസിലാണ് വണ്ടിയുടെ യൂസ് കേസ് എങ്കിൽ CNG ഒരു നല്ല ഉപാധിയാണ്. അവിടെയാണ് അല്ലെങ്കിൽ ആ ഒരു 2 ഫ്യൂവലിലേക്ക് മൂന്നാമത്തെ ഒരു കാര്യമായിട്ടാണ് ഈ വാഗണാറിന്റെ കടന്നു വരുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി വരുന്നത് ഫ്ലെക്സ് ഫ്യൂവലിലാണ്. അപ്പോൾ എന്താണ് ഫ്ലെക്സ് ഫ്യൂവൽ എന്ന് ആദ്യം പറയാം. ഫ്ലെക്സ് ഫ്യൂവൽ എന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് ഫ്യൂവലാണ്, അതായത് പകരം വയ്ക്കാവുന്ന ഒരു ഇന്ധനം. അപ്പോൾ ഇതിൻ്റെ ഒരു മിശ്രണം എന്ന് പറയുമ്പോൾ ഫ്ലെക്സ് ഫ്യൂവൽ ഒരു മിശ്രിതമാണ്. പെട്രോളിൻ്റെയും അതുകൂടെ മെത്തനോളോ അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു എത്തനോളുമായി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്യൂവലാണ് ഈ ഒരു ഫ്ലെക്സ് ഫ്യൂവൽ. ഫ്ലെക്സ് ഫ്യൂവലിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഫ്ലെക്സ് ഫ്യൂവലിൻ്റെ ഗുണങ്ങൾ പറയാം. ഫ്ലെക്സ് ഫ്യൂവൽ CNG പോലെയല്ല അല്ലെങ്കിൽ LPG പോലെയല്ല. അതായത് ഫ്ലെക്സ് ഫ്യൂവലിന് എക്സ്ട്രാ ടാങ്ക് വേണ്ട. അതായത് ഏകദേശം 85% എത്തനോളും ഏകദേശം 15% പെട്രോളും മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്യൂൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു ഫ്യൂൽ റേഷ്യോ എന്ന് പറയുന്നത് 0 to 100, അതായത് 0% മുതൽ 100% റേഷ്യോ മാറ്റാനുള്ള ഒരു ഉപാധി കൂടി അല്ലെങ്കിൽ ആ ഒരു സംഗതി കൂടി ഈ ഒരു ഫ്യൂൽ ഉണ്ട്, ഫ്ലെക്സ് ഫ്യൂൽ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ ഒരു ഫ്യൂൽ യൂസ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ടാങ്ക് വേണ്ടാത്തത് മാത്രമല്ല, ഇപ്പോൾ ഈ ഫ്യൂൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ആ ഒരു മിക്സിങ്ങിൽ വരാം എന്നുള്ള കൂടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ കാണിച്ചിരുന്ന വണ്ടി എന്ന് പറയുന്നത് E85 ഫ്യൂൽ എന്നാണ് പറയുന്നത്. E85 എന്ന് പറയുമ്പോൾ അപ്പോൾ BS6ന്റെ സെക്കൻഡ് BS6-2, അതായത് BS6-2 കംപ്ലൈൻ്റ് ആണ്. വണ്ടി കംപ്ലൈൻ്റ് ആണെന്നല്ല, BS6-2 കംപ്ലൈൻ്റ് ആയിട്ടുള്ള ആ ഒരു എഞ്ചിനിലേക്കാണ് ഈ ഒരു വണ്ടി വരുന്നത്. എഞ്ചിനുമായിട്ടാണ് ഈ വണ്ടി വരുന്നത്. തീർത്തും പുതിയൊരു എഞ്ചിനാണ്. അതായത് ഈ ഒരു പെട്രോൾ മിശ്രിതം അല്ലെങ്കിൽ ഈ ഒരു പെട്രോളിൻ്റെ അല്ലെങ്കിൽ എത്തനോളിൻ്റെ മിശ്രിതമായിട്ടുള്ള ഈ ഒരു ഫ്ലെക്സ് ഫ്യൂവൽ വർക്ക് ചെയ്യാനായിട്ട് കോമ്പറ്റബിൾ ആയിട്ടുള്ള പുതിയ എഞ്ചിനുമായിട്ടാണ് ആ ഒരു വാഗണാർ ഡിസ്പ്ലേ ചെയ്യുന്നത്. സ്റ്റിൽ പ്രോട്ടോടൈപ്പ് ആണ് കേട്ടോ, അല്ലാണ്ട് വണ്ടി വരുമെന്ന് ഉറപ്പൊന്നുമില്ല. പ്രോട്ടോടൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് ചിലപ്പോൾ വന്നേക്കാമെന്നേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ വരുമെന്ന് ആ വണ്ടി വിളിച്ച് പറയുന്നൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഫ്ലെക്സ് ഫ്യൂവലിന് വേണ്ടിയിട്ട് എന്താണ് സാധാരണ കാറുകളിൽ നിന്നുള്ള വ്യത്യാസം? മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു വ്യത്യാസങ്ങൾ വരുത്തണം. കാരണം കുറച്ചുകൂടി കൊറോസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഡ്രൈ ഫ്യൂലാണ് ഈ ഒരു എത്തനോളിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒരു ECM ഉണ്ട് പുതിയതായിട്ട്, അതും ഇലക്ട്രോണിക് കൺട്രോൾ മോഡലാണ് ECM. അപ്പോൾ ECU നമ്മൾ കേട്ടിട്ടുണ്ട്. ECM-ഉം ഫ്യൂവലും മാറ്റി നിർത്തിയാൽ ഏറെക്കുറെ സാധാരണ കാർ തന്നെയാണത്, അതിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിപുലമായ മാറ്റങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു വാഗണാറിന്റെ കാര്യം പറയുമ്പോൾ വാഗണാറിന് പുതിയ എഞ്ചിൻ വന്നു, പുതിയ കാര്യങ്ങളായിട്ട് വന്നു.
അത് മാത്രമല്ല പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ഗുണമുണ്ടെന്നുള്ള അവർ പറഞ്ഞത്. കാരണം ഇപ്പോൾ CNG ആണെങ്കിൽ പെർഫോമൻസ് കുറവുണ്ടാവുന്ന കേട്ടിട്ടുണ്ട്, LPGക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പല വണ്ടികളുടെ ഫ്യൂലിനും പല ആൾട്ടർനേറ്റീവ് ഫ്യൂലിനും ഇഷ്യൂസ് ഒക്കെ പറയുന്നത് പെർഫോമൻസിലെ പ്രശ്നമാണ്. ഇതിപ്പോൾ പെട്രോളും അല്ലെങ്കിൽ എന്താ പറയുക എത്തനോളുമായിട്ടുള്ള മിക്സിതമായതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പെർഫോമൻസിൽ പ്രശ്നങ്ങൾ വരില്ല എന്നാണ് പറയുന്നത്. അറിയില്ല, കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഓടിച്ച് നോക്കിയാലോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവൈലബിലിറ്റി ഒരു പ്രശ്നം ഉണ്ടാവും, പുതിയൊരു സാധനമാണ്. അത് മാത്രമല്ല ഒരു ഇത്തിരി കൂടി ക്ലീനറാണ്, പൊല്യൂഷൻ കുറവായിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ കരിമ്പിൽ നിന്ന് അല്ലെങ്കിൽ ചോളം അങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കളിൽ നിന്നൊക്കെയാണ് ഈ ഒരു എത്തനോൾ ഉണ്ടാക്കുന്നത് ഏറെക്കുറെ. അപ്പോൾ ആ ഒരു സംഗതി കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ക്ലീനർ ഫ്യൂവലാണ്. ഇപ്പോൾ പ്രകൃതിക്ക് എന്ന് പറയുന്നത് ഫ്യൂവൽ കത്തി ആ ഒരു പുക വന്നാൽ മാത്രമല്ല ദോഷം, കുഴിച്ചെടുക്കുന്ന മൂലം കൊണ്ടെല്ലാം ദോഷം തന്നെയാണ് ഇഫ് യു തിങ്ക് അബൌട്ട് ദാറ്റ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ക്ലീനർ ഫ്യൂവൽ എന്നുള്ളത് തന്നെയാണ്. ഈ വാഗണാറിൽ ഇപ്പോൾ കോമ്പൗണ്ടും അല്ലെങ്കിൽ മെറ്റീരിയലൊക്കെ ആ ഒരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് എത്തനോൾ കൊറോഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ശരിക്കും കുറച്ചധികം മെറ്റൽ കോമ്പൗണ്ടൊക്കെ പ്ലാസ്റ്റിക്കിലേക്ക് അല്ലെങ്കിൽ റബ്ബറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എത്തനോൾ ഡ്രയർ ഫ്യൂൽ ആണല്ലോ, അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ ECU വയറിംഗ് ഹാർനസ് മാറ്റി. ഇനി ഈ ഒരു എഞ്ചിൻ്റെ ഫോട്ടോ അവർ കാണിച്ച ഫോട്ടോയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഹൈ ഫ്ലോ ഇഞ്ചക്ടർ ഫ്യൂൽ റെയിൽ വിത്ത് ഹീറ്റേഴ്സ്. അതായത് ശരിക്കും കോൾഡ് സ്റ്റാർട്ടിൻ്റെ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് അതൊക്കെ മാറ്റി ഹൈ ഫ്ലോ ഇഞ്ചക്ടർ ആക്കി. കൂടാതെ BS6-2 ആക്കാനായിട്ട് എക്സോസ് സിസ്റ്റം, കാറ്റലിക് കൺവെർട്ടർ എല്ലാം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വാഗണാറിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കാഴ്ചയ്ക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഗ്രീൻ അവിടെ ഇവിടെ ഗ്രീൻ വെച്ചു എന്നുള്ളത് തന്നെയാണ്. കാര്യമായിട്ടുള്ള മാറ്റമൊന്നും തന്നെയില്ല. എന്തായാലും പുതിയ ഫ്യൂവലുകൾ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം. അതായത് പുതിയ ഫ്യൂവലുകൾ വരട്ടെ. എത്ര തരം ഫ്യൂവലുകൾ വന്നാലും എത്ര കാര്യങ്ങൾ വന്നാലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വണ്ടി ഓടിക്കാനുള്ളതാണ്. നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റണം, അത് പ്രകൃതിക്ക് ഇണങ്ങുന്നതാവട്ടെ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതാണ് വാഗണാറിൻ്റെ ഫ്ലെക്സ് ഫ്യൂവൽ, പുതിയ ഫ്ലെക്സ് ഫ്യൂവൽ. അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.